എൻ്റെ പേര് ശരത്ത് എന്നാണ്. എൻ്റെ വീട് വയലിലൊക്കെ അടുത്തുള്ള എളംകുളത്താണ്. ഞാൻ എന്തുകൊണ്ട് ഈ കോഴ്സ് സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ ചെയ്തിട്ടൊന്നും സെലക്ട് ചെയ്തതല്ല. ഞാനിപ്പോൾ കറൻ്റ് ഒരു ഓട്ടോ ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഞാൻ ഫേസ്ബുക്ക് നോക്കിയപ്പോഴാണ് ഈ ആഡ് കാണുന്നത്, ISSTയുടെ ആഡ് കാണുന്നത്. ഒരു ദിവസം ഞാൻ അതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തപ്പോൾ ISSTയിൽ നിന്ന് തിരിച്ച് റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു. അങ്ങനെ ഒരു ദിവസം ഞാനിത് വീട്ടിൽ പറഞ്ഞു വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. കാരണം മുന്നേ ഇതേപോലെ തന്നെ വേറെ കുറേ കോഴ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഞാൻ ISSTയിൽ വെയർഹൗസ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് മാനേജ്മെൻറ്റ് സെലക്ട് ചെയ്യുന്നത്. 6 മാസത്തെ ഡ്യൂറേഷനാണ് കോഴ്സ്. അങ്ങനെ ഞാൻ ഫണ്ട് വീട്ടിൽ പറഞ്ഞില്ല, ഫണ്ട് റെഡിയാക്കി ആദ്യമേ ചെയ്തത് ഒരു സീറ്റ് ഉറപ്പിക്കാമെന്നായിരുന്നു. അതിൻ്റെ സീറ്റ് സെലക്ട് ചെയ്തു. സെപ്റ്റംബർ ബാച്ച് ഞാൻ സെലക്ട് ചെയ്തു. റെക്കോർഡ് ക്ലാസ്സാണ്, കാരണം എനിക്ക് സ്കൂൾ ട്രിപ്പ് ഉണ്ട്. സ്റ്റാൻഡിൽ ഞാൻ വല്ലപ്പോഴാണ് പോകുന്നത്. അപ്പോൾ സ്കൂൾ ട്രിപ്പിൻ്റെ ഇടയിൽ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ റെക്കോർഡ് ക്ലാസ് സെലക്ട് ചെയ്തു. ക്ലാസ്സൊക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് റെക്കോർഡ് ക്ലാസ് ആയതാറുണ്ട് കംപ്ലീറ്റ് ക്ലാസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതിനുശേഷം പിന്നെ പ്ലേസ്മെൻറ്റ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ള ISST നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് എന്നല്ല, നിങ്ങൾക്ക് 100% പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതവരങ്ങനെ തന്നെ പാലിച്ചുകയും ചെയ്തു. കാരണം ഞാൻ കോഴ്സ് കഴിഞ്ഞു ഒരു 2 മാസത്തിനിടക്ക് തന്നെ ഒരു 17-20ഓളം ഇൻ്റർവ്യൂ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ധാരാളമായിട്ട് ഓപ്ഷൻസ് തന്നായിരുന്നു. അപ്പോൾ ഏത് സെലക്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ചുമതലയാണ്. അതായത് ഒരുപാട് പ്ലേസ്മെൻറ്റ്സ് നമുക്ക് തരും, നല്ലത് നോക്കി സെലക്ട് ചെയ്യുക. ആ പ്ലേസ്മെൻറ്റ്സിന് പോകുമ്പോൾ നമ്മുടെ പെർഫോമൻസ് നമ്മൾ കാണിക്കുക. ആ ഒരു ബേസ് ആയിരിക്കും നമ്മുടെ ജോലി കിട്ടുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് നല്ലൊരു സ്ഥലത്ത് ജോലി കിട്ടി, ഒത്തിരി സന്തോഷം.